കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1982 യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമകനായി തീരുവാനായിട്ടിടയായി തീർന്നു. അതിനുശേഷം 3 വർഷക്കാലം ചാത്തന്നൂരുള്ള ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ അവസരമുണ്ടായി. അതിനെ തുടർന്ന് ചില വർഷങ്ങൾ ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ്, അതിനോട് ആ സംഘടനയോട് ചേർന്ന് കേരളത്തിലുള്ളതായ അനേകം കോളേജുകളിലും ഗ്രാമാന്തരങ്ങളിലും ഒക്കെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ മുമ്പോട്ട് വന്നത് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എൻ്റെ പേരൻസ് മർത്തോമ പശ്ചാത്തലത്തിലുള്ളവരാണ്. എന്നാൽ പിതാവിൻ്റെ ജ്യേഷ്ഠന്മാര് 2 വീട്ടുകാരും പിതാവിൻ്റെ സിസ്റ്റേഴ്സ് 3 വീട്ടുകാരും അവിടെ വേർപാട് സഭയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ഒരു അളിയനായിരുന്നു മുണ്ടയ്ക്കൽ ചാണ്ടിക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു വല്യപ്പച്ചൻ. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ വല്യപ്പച്ചൻ മരിച്ചുപോയി, കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അന്നത്തെ കാലത്ത് സായിപ്പിന് തർജ്ജമ ചെയ്യുന്ന ഒരാളായിരുന്നു മുണ്ടയ്ക്കൽ ചാണ്ടിക്കുഞ്ഞ്. സൈമൺ സാറിന്റെ കേരളത്തിലുള്ള വേർപാട് സഭകളുടെ ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ മൈലപ്രാം മല്ലശ്ശേരി സഭകളുടെ ചരിത്രം പറയുമ്പോൾ അവിടെ മുണ്ടയ്ക്കൽ ചാണ്ടിക്കുഞ്ഞ് എന്ന് പറയുന്ന ആളിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിതാവ് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കല്യാണം കഴിച്ചതുകൊണ്ട് ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പൊ എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഞാൻ ഏക മകനാണ്. എനിക്ക് മുമ്പ് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. 4 വയസ്സുള്ളപ്പോൾ താൻ മരിക്കുവാനിടയായി. അപ്പൊ അതിനുശേഷം അമ്മ ഒരു നേർച്ച നേർന്ന്, ഇനി എനിക്കൊരു മകന് ഉണ്ടാകുകയാണെങ്കിൽ അവനെ സുവിശേഷ വേലയ്ക്ക് വിടാം എന്ന് ഒരു നേർച്ച വല്യമ്മച്ചിയും കൂടെ ചേർന്ന് ഉണ്ടായി. അവരെ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും വലിയ ദൈവഭക്തിയും അതിൻ്റെതായ രീതിയും പഴയ കാലത്തെ ആ രീതി അനുസരിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ജനിച്ചു. എനിക്ക് സുവിശേഷ വേല എന്ന് പറയുന്നത് താല്പര്യമില്ലായിരുന്നു. കാരണം അത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അതെന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് എനിക്കതിന് മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അമ്മയുടെ ആഗ്രഹം സമുദായത്തിൽ ഒരു അച്ഛനായിട്ട് പോകാനുള്ളതായ താല്പര്യമാണ്. അങ്ങനെ വിടാൻ എൻ്റെ പിതാവിന്റെ താല്പര്യം അത് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണം ലോകപ്രകാരം എന്നുള്ള മാത്രമേ ചിന്തയുള്ളൂ. അന്ന് എൻ്റെ 2 സഹോദരിമാര് ഖത്തറിലും പിന്നീട് അമേരിക്കയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമേ പിതാവിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ എങ്ങനെ സെമിനാരിയിൽ അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിതാവ് അതിന് താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് സെമിനാരിയിൽ അയക്കാതെ നേരെ ചാത്തന്നൂരുള്ളതായ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാൾ പഠിപ്പിക്കുന്നുണ്ട്, അവിടേക്ക് കൊണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ വേർപാട് അനുഭവത്തിലേക്ക് വരുവാനുള്ളതായ മുഖാന്തരം. പിന്നീട് എന്നെക്കുറിച്ചുള്ളതായ പദ്ധതി ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് ദൈവം വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ ആദ്യം ക്യാമ്പസ് ക്രൂസേഡിലേക്ക് ചേർന്നു. ആ കാലത്ത് നേരത്തെ ഉപദേശം പഠിച്ചതുകൊണ്ട് വേർപാട് സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യം പെരുമ്പാവൂർ ഭാഗം, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂര്, പെരുമ്പാവൂർ സഭയിലും കുറുപ്പമ്പടി ആ ഭാഗങ്ങളിലുള്ളതായ സഭകളിലാണ് ഞാൻ ചേർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെരുമ്പാവൂർ അന്ന് ഉണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവര്, അവരുടെ മാതാപിതാക്കള് നാട്ടിലുണ്ട്. അല്ലപ്പുറ VV ആൻഡ്രൂ സാറ്, അതുപോലെ തൃശ്ശൂര് AL ജോസ് സാറ്, ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ ആയിരുന്നത് കൊണ്ട് അവരെ ആരെയും കാണാനും ഇടപെടാനും സാധിച്ചില്ല. എന്നാൽ കുറച്ചു നാള് ആൻഡ്രൂ സാറിന്റെ മകൻ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാനും ഒരുമിച്ച് സഹകരിപ്പാനും ഒക്കെ ഇടയായി. അപ്പോൾ ഞാനത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തൃശ്ശൂരുള്ള ചില സഹോദരന്മാർ പറഞ്ഞു, ജോസ് ക്യാമ്പസ് ക്രൂസേഡ് വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എനിക്കൊരു സംഘടനാ പ്രവർത്തനത്തിൽ തുടർന്ന് പോകാനായിട്ട് താല്പര്യമില്ല. ദൈവം അതിനുള്ള അവസരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ അധികം നാൾ താമസിക്കാതെ ഞാൻ അതിൽ നിന്ന് വിട്ടുപോന്നിട്ട് നേരെ എൻ്റെ മാതൃസഭയിൽ സ്ഥലത്ത് വന്നിട്ട് സ്ഥലസഭയോട് ചേർന്ന് അവിടെ നിന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ വിവാഹമൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് നടന്നു. മല്ലശ്ശേരി സഭയിൽ സുവിശേഷകനായിട്ട് ചില വർഷങ്ങൾ മുമ്പോട്ട് പോകുവാനിടയായി. അങ്ങനെ ഞാൻ അവിടെയും പിന്നെ കുറുപ്പമ്പടിക്ക് അടുത്ത് ചില പ്രദേശങ്ങൾ, കോതമംഗലം പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തനത്തിലായിരുന്നു. ഞാൻ വീട്ടിലേക മകനായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഫാദർ മരിച്ചതുകൊണ്ട് എനിക്ക് മദർ തന്നെയായി വീട്ടിൽ വന്ന് സെറ്റിൽ ആവേണ്ട അവസ്ഥ ഉണ്ടായി. അങ്ങനെ വീട്ടിൽ വന്ന് സെറ്റിൽ ആയിക്കൊണ്ട് പിന്നെയും മല്ലശ്ശേരി സഭയോട് ചേർന്ന് ആ സ്ഥലസഭയിൽ എല്ലാവിധമായ ശുശ്രൂഷകൾ, അന്ന് സുശേഷന്മാരാരും സഭയിൽ ഉണ്ടായിരുന്നില്ല, എല്ലാവിധമായ ശുശ്രൂഷകളും ചെയ്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. അന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായവരൊക്കെ തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ അവരൊക്കെ വിദേശത്തായിരിക്കുന്നു, നല്ല നിലയിലൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയെന്നതുകൊണ്ടും മറ്റ് നിലയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പരിമിതമായ സാഹചര്യങ്ങളിലൂടെ പോവുകയും കുഞ്ഞുങ്ങളെ ആ പരിമിതിക്കുള്ളിൽ അവരെ വളർത്തുകയും വിദ്യാഭ്യാസം നൽകുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരും വളർന്നു. അവരെ പ്രൊഫഷണലായിട്ട് എഞ്ചിനീയേഴ്സായിട്ട് അവർ രണ്ടുപേരും വളർന്ന് അങ്ങനെ പഠിച്ചു. ആദ്യം ഖത്തറിലേക്ക് മൂത്ത മോനെ ജോലിക്കായിട്ട് പോന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ന്യൂയോർക്കിൽ നിന്നൊരു മോടെ ആലോചന ഉണ്ടായി. അങ്ങനെ അവരുടെ വിവാഹം അവർ കഴിഞ്ഞു. ഇപ്പോൾ 6 വർഷമായിട്ട് ന്യൂയോർക്കിൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ ഫാർമേഴ്സ് വില്ല് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അകപ്പെ ചർച്ചിൽ കൂടി വന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ ഇളയ മോന് ബഹ്റിനിലെ കുടുംബമായിട്ടായിരിക്കുന്നു. കുടുംബം അങ്ങോട്ട് പോയിട്ടില്ല, അവൻ ബഹ്റിനിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സഭയോട് ചേർന്ന് അടുത്തുള്ള സഭകളിലൊക്കെ വചനം പഠിപ്പിക്കാനായിട്ട് കടന്നു പോകുമായിരുന്നു. നന്നൂക്കാട് എന്ന് പറയുന്ന സഭയിൽ 10 വർഷം അവിടെ മുമ്പോട്ട് പോയി. ആ സ്ഥലസഭയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മേക്കൊഴൂര് ഇങ്ങനെയുള്ളതായ സ്ഥലസഭകളിലൊക്കെ കടന്നു പോവുകയും സഭകളോട് ചേർന്ന് സഹകരിച്ച് സുവിശേഷ വേല ചെയ്യുകയും ബൈബിൾ സ്റ്റഡി എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എറണാകുളം ജില്ലയിൽ വേങ്ങൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത്, അവിടെ സുവിശേഷന്മാരാരും ഇല്ലാഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോഴും പോകുന്നുണ്ട്. പാവപ്പെട്ട ഒരു സഭയാണ്, സഹോദരന്മാരുള്ള ഒരു ചെറിയ സഭയാണ്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ സ്ഥിതിയൊക്കെ മാറി നല്ല രീതിയിൽ സഭ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കായംകുളം അവിടെ പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു കുടുംബം മുമ്പോട്ട് വന്നു. നമ്മുടെ പ്രവർത്തനത്തിലാണ് ഞാൻ പോയി ഇടപെട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അവരെ ആ സഭയോട് ചേർക്കാനായിട്ട്, ബന്ധിപ്പിക്കാനായിട്ട്, പ്രാദേശിക സഭയോട് ചേർക്കാനായിട്ട് ഞാൻ അവിടെ പോവുകയും സഹകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സഭ ആവശ്യപ്പെട്ടു അവിടെ ചെല്ലണം, അവിടെ ശുശ്രൂഷകൾ ചെയ്യണം, സുവിശേഷന്മാരാരുമില്ല. എന്നാൽ ആ സഭയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ 3 സഹോദരന്മാർ ഒരു കുടുംബത്തിൽ നിന്ന് ചേഷനിയന്മാർ 3 പേര് പോയി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മാത്യു വർഗീസിന്റെ അനുജൻ ജോൺ വർഗീസ്, 3-ാമത്തെ ആള് ജയൻ വർഗീസ്, അവർ 3 പേരും മഹാരാഷ്ട്രയിലുണ്ട്. എന്നാൽ ആ സ്ഥലസഭയിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഒരു സഹോദരനാണ് അവിടുത്തെ മൂപ്പനായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ, പണ്ട് 100 വർഷം മുമ്പ് അവിടെ സഭ ഉണ്ടായിരുന്നു. പിന്നെ ആരും ഇല്ലാഞ്ഞ് സ്ത്രീയുടെ അസോസിയേഷൻ 14 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റ് അവർ പോയി. പിന്നെ കുറേ സഹോദരന്മാർ ചിലർ 1-2 ഭവനങ്ങൾ മുമ്പോട്ട് വന്നു. അങ്ങനെ അവർ 7 സെന്റ് സ്ഥലം മേടിച്ചിട്ടിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ സഭാ ഹോളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു വീട്ടിൽ വെച്ചാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. 2-3 വീടുകളിൽ മാറി മാറി. പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. സഭാ ഹോള് ഉണ്ടായി, സെമിത്തേരി സൗകര്യമുണ്ട്. അങ്ങനെ വളരെ സെറ്റപ്പോടുകൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന വേറൊരു വിഷൻ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ ബാംഗ്ലൂർ, എറണാകുളം, തൃശ്ശൂർ ഈ ഭാഗങ്ങളൊക്കെ ആയിരുന്നു പ്രവർത്തനത്തോട് ബന്ധത്തിലായിരുന്നു. അപ്പൊ എൻ്റെ ചുറ്റുപാട് തൊട്ടടുത്ത് അവിടെ ഒന്നും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അവിടെ യാതൊരു പ്രവർത്തനവും ഒരു വേർപാട് വിശ്വാസി ഇല്ലാത്ത വാഴമുട്ടം, മുള്ളനിക്കാട്, വള്ളിക്കോട് ഹിന്ദുക്കളുടെ കേന്ദ്രം, ക്രിസ്ത്യാനികൾ 2 കൂട്ടരും ഒരുപോലെ ജീവിക്കും. അമ്പലത്തിലെ ക്രിസ്ത്യാനികൾ പോകും,
പള്ളിയിൽ ഹിന്ദുക്കൾ വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ഒരു കാര്യമാണ്, ഒരു സ്ഥലമാണ്, യാതൊരു ആത്മീയ വെളിച്ചവും ഇല്ലാത്ത സ്ഥലം. അപ്പോൾ അവിടെ ചില സഹോദരന്മാരെ കൂട്ടി ഞാൻ ചില പ്രവർത്തനങ്ങൾ ചെയ്തു. കുറേ നാൾ പ്രവർത്തിച്ചിട്ട് ഒരു ഫലവും കാണാനില്ല. അപ്പൊ അവർ പറഞ്ഞു, നമുക്കെന്നാ ഇവിടുത്തെ വേല അങ്ങ് ഉപേക്ഷിക്കാം, നമുക്കിവിടെ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഒരു പ്രയോജനം കാണുന്നില്ലല്ലോ. അപ്പൊ അത് കേട്ട് ഞാനും കുറച്ചു നാള് ഒന്നും ചെയ്തില്ല അവിടെ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു താല്പര്യം ഉണ്ടായി, അല്ല ഇവിടെ എന്തോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടായിട്ട് വീണ്ടും ചിലരെ കൂട്ടി ആ പ്രദേശങ്ങളിൽ പോയി. അതിന്റെ ഫലമായിട്ടൊരു വീട്ടിലൊരു ഓപ്പണിംഗ് ഉണ്ടായി. ആ വീട്ടുകാരൻ എന്ന് പറയുന്നത് എക്സ് മിലിറ്ററി ആണ്. പുള്ളിക്ക് മാസം തോറും കോട്ട കള്ള് കിട്ടും, അത് മേടിക്കുക, കുടിക്കുക, ജീവിക്കുക, പോവുക എന്നുള്ള അല്ലാതെ വേറെ ഒന്നുമില്ല. തൻ്റെ ഭാര്യ ഒരു താല്പര്യമുള്ള ആളായിരുന്നു. 3 മക്കളുണ്ട്. ചുരുക്കത്തിൽ അവർ മുമ്പോട്ട് വന്നു. അവരുടെ വീട്ടിൽ വെച്ച് ബൈബിൾ സ്റ്റഡി ആരംഭിച്ചു. ധാരാളം ആളുകൾ ആ മീറ്റിങ്ങിൽ പള്ളിക്കാർ വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ പള്ളിക്കാർ അറിഞ്ഞിട്ട് ഇവരെ മാത്രമല്ല, യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ വന്നിട്ട് എന്നെ അവിടെ ഇറക്കി വിടണമെന്നായിരുന്നു വാഴമുട്ടത്തെ ഓർത്തഡോക്സ് പള്ളിക്കാരുടെ തീരുമാനം. അപ്പൊ ഇത് കേട്ട് അവർക്കൊക്കെ പേടിയായി. ഞാൻ പറഞ്ഞു, അവർ വരട്ടെ. അവർ വരുമ്പോൾ ആ കമ്മിറ്റിയിലുള്ള ആളുകളെയൊക്കെ എനിക്കറിയാം. അതിൽ ഒരാൾ എന്നെ പഠിപ്പിച്ച, LP സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ വരട്ടെ. അവരോട് എനിക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും അവരാരും വന്നില്ല. അവരെല്ലാവരും എന്നെ അറിയാവുന്നവരാണ്, കുടുംബപരമായിട്ടെല്ലാം അറിയാവുന്ന ആളുകളാണ്. എന്തായാലും അവർ വന്നില്ല. എന്നാൽ ഈ വന്ന ആളുകളൊക്കെ പുറകോട്ട് മാറി. പിന്നെ 2-3 കുടുംബങ്ങൾ അവശേഷിച്ചു. അവരും മറ്റു ചില ആളുകളും വരുന്നുണ്ട്. ചില വർഷങ്ങളായിട്ട് ആ വീട്ടിൽ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ് ഒരു പ്രകാരത്തിലും മുടക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഞാൻ പോന്ന ശേഷം 3 സുവിശേഷകന്മാർ അവിടെ വന്ന ക്ലാസ് തുടർച്ചയായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെപ്പോൾ വരും എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിന് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 40ഓളം വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് ഇങ്ങനെ പല നിലകളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. പേരൻസ് 2 പേരും മരിച്ചു. ഇപ്പം ഞാനും കുടുംബമാണുള്ളത്. മക്കൾ 2 പേരും ഇവിടെയും ഒരാൾ ബഹ്റിലുമായിട്ടായിരിക്കും. ഞങ്ങൾ 2 പേരും ഇങ്ങനെയാണ്. കഴിഞ്ഞ ഒരു 20-25 വർഷത്തിനകം ഞാൻ 3 പ്രാവശ്യം ചെന്നൈയിലുള്ള US കോൺസുലേറ്റിൽ ഇന്റർവ്യൂവിന് പോയി. അതിന് കാരണം ഇളയളിയൻ പറഞ്ഞു ന്യൂജേഴ്സിയിൽ അവർ പറഞ്ഞു ഫയൽ ചെയ്യാനായിട്ട് എൻ്റെ റെക്കോർഡ്സൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഇമിഗ്രൻ്റ് ആയിട്ട് അമേരിക്കയിലോട്ട് വരുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല. അത് മോശമായിട്ടല്ല, ആത്മീയതയുടെ കൂടുതലുകൊണ്ടുമല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് കർത്താവ് വിളിച്ചിട്ട് ആ വഴി പോകണം. അതുകൊണ്ട് എനിക്ക് ഇമിഗ്രൻ്റ് ആയിട്ട് അമേരിക്കയിൽ വന്ന് താമസിക്കാൻ താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഒരു പേപ്പർ അയച്ച് ഞാൻ ഒന്ന് കണ്ടു കേട്ട് പോരാ, അത്രേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ പേപ്പർ അയച്ചു തന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നു. എനിക്ക് പോകുന്നുണ്ടെങ്കിലും മനസ്സോടാണ് പോകുന്നത്. വാസ്തവത്തിൽ എനിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം പോയി റിജക്റ്റ് ചെയ്തു, 2ാമത്തെ പ്രാവശ്യം പോയി റിജക്റ്റ് ചെയ്തു, 3ാമത്തെ പ്രാവശ്യവും റിജക്റ്റ് ചെയ്തു. എന്നാൽ ഇനിയും പോകുന്നില്ല. ആ കാര്യം അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്തു, ചാപ്റ്റർ അവിടെ അവസാനിപ്പിച്ചു. പിന്നെ കോവിഡ് കാലമായപ്പോൾ മക്കളൊക്കെ നാട്ടിൽ വന്നപ്പോൾ അവർക്ക് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആലോചിച്ചപ്പോൾ അതൊന്നും പറ്റുന്നില്ല. കോൺസുലേറ്റിൽ അടച്ചു. കഴിഞ്ഞ മുമ്പത്തെ വർഷം അവർ നാട്ടിൽ വന്നിട്ട് നേരിട്ട് അവർ നെറ്റ് വഴി അപ്പോയിൻമെൻ്റ് എടുത്തു. അന്നേരം മനസ്സോടെ അവർ പറഞ്ഞതല്ലേ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് മനസ്സോടെ വന്നു. ഇന്റർവ്യൂവിൽ അവർ കൂടുതലൊന്നും ചോദിച്ചില്ല, വിസ അടിച്ച് തന്നു. അങ്ങനെയാണ് ഇവിടെ വരാൻ മുഖാന്തരമായത്. സാധാരണ സുവിശേഷന്മാരൊക്കെ ഞാൻ നേരത്തെ ആഗ്രഹിച്ച സമയത്ത് വരാൻ പറ്റിയില്ല, എന്നാൽ ഇപ്പോഴാണ് അതിനുള്ള സമയം ഉണ്ടായത്. ഞാൻ അതുകൊണ്ട് സുവിശേഷന്മാർ സാധാരണ വരികയാണെങ്കിൽ ഒന്നാമത് വിസ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, 2ാമത് പിന്നെ ഇവിടെ എല്ലായിടത്തും പോകാനുള്ളതായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് പരിചയമുള്ള ആളുകൾ ധാരാളം നമ്മുടെ ബന്ധപ്പെട്ടവരും ഒക്കെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അമേരിക്ക പലയിടത്തും ഉണ്ട്. ആരുടെയും ഫോൺ നമ്പർ എടുക്കുകയോ കളക്ട് ചെയ്യുകയോ ആരെയും വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്തില്ല. ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, അയ്യോ എപ്പോഴാണ് വന്നേ,
അറിഞ്ഞില്ലല്ലോ, അത് വളരെ ലേറ്റായി പോയെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നേരെ അവിടെ നിന്ന് കയറി ഇങ്ങ് പോന്നെന്നല്ലാതെ ആരുടെ ഒരു കോണ്ടാക്ട് നമ്പർ എനിക്കില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം അകപ്പേലുള്ള സഹോദരന്മാർ മുഖാനയായിട്ട് അവിടെ ന്യൂജേഴ്സി, ന്യൂയോർക്ക്, അവിടെയൊക്കെ ബന്ധുക്കളൊക്കെ ഉണ്ട്, വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. അവരാരും അറിഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെ ഡാലസിലുള്ളതായ 1-2 സഭകളിലോ 3-4 സഭകളിലോ ഒക്കെ പോകാൻ അവസരമുണ്ടായി. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ളതായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സാധാരണ സുവിശേഷന്മാർ വരുമ്പോൾ എല്ലായിടത്തും അറിയിച്ച് ഒരു 6 മാസം മുമ്പ് അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാണ് സാധാരണ വരുന്നത്. പിന്നെ ഇപ്പോൾ അറ്റ്ലാന്റയിലേക്കും അതുപോലെ ചിക്കാഗോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനെങ്ങും പോകുന്നില്ല, ഇവിടെ നിന്ന് ഇനിയും മടങ്ങി പോവുകയാണ്. ഇവിടെ ഈ ബുധനാഴ്ച 13-ാം തീയതി ബുധനാഴ്ച 5 മണിക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. 5 മണിക്ക് ഉള്ള ഫ്ലൈറ്റിൽ തിരിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ മോനും ഫാമിലി അവിടെ ഉണ്ട്. അവർ 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത കുഞ്ഞുങ്ങൾ അവർ 4 വയസ്സ്, ട്വിൻസാണ് പെൺകുഞ്ഞുങ്ങൾ. ഇളയത് ഒരു മോനാണ്, അവനിപ്പോൾ 2.5 വയസ്സായി. ഞാൻ ഈ സഭയിൽ വന്നപ്പോൾ ഇവിടെ പരിചയമുള്ള ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന് വിചാരിച്ചു. ഇന്നലെ ന്യൂജേഴ്സിയിലുള്ള സിസ്റ്ററുടെ മോൻ്റെ കല്യാണം ഉറപ്പായിരുന്നു ഗാർലൻഡിൽ വെച്ച്. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ ഇവാഞ്ചലിക്കൽ ചർച്ചുണ്ട്, അവർ ഇവാഞ്ചലിക്കലാണ് കൂടുന്നത്, അവിടെ പോകണം. അപ്പോൾ അവർ എന്നെ ഇവിടോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അവരങ്ങോട്ട് പോയി. അവരിവിടുന്ന് തിരിച്ച് പിന്നെ ഹോസ്റ്റലിൽ മോളുണ്ട്, അവിടേക്ക് പോകും. അവിടെ നിന്ന് പിന്നെ ന്യൂജേഴ്സിക്ക് പോകും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപക്ഷെ ആരും കാണുകയില്ലായിരിക്കും, പരിചയമുള്ളവരാരും കാണുകയില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ള വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായത്. അവരുടെ കാര്യമാണ് ആൻഡ്രൂ സാറിൻ്റെയും അതുപോലെ എൽ ജോസ് സാറിൻ്റെയും ഒക്കെ കാര്യം പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് പഴയ കാലത്തേക്കാളും വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. കാരണം അവിടെ ഇറങ്ങി പ്രവർത്തിക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. നമ്മളറിയാവുന്നതുപോലെ കേന്ദ്രവും അതുപോലെ എല്ലാ പ്രദേശങ്ങളും സുവിശേഷ വിരോധികളായ ആളുകളുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് അനേക നിലയിലുള്ളതായ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലൂടെ കർത്താവിൻ്റെ വേല ചെയ്ത് മുമ്പോട്ട് പോകുന്നു. കർത്താവ് സഹായിക്കുന്നു. ഈ സമയത്ത് വടക്കേ ഇന്ത്യയിലും വടക്കൻ കേരളത്തിലുമുള്ള പ്രവർത്തനങ്ങളെയും ദൈവമക്കളെയും പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ കേരളത്തിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവരുടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചിലയിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ കർത്താവ് മാറ്റിവിട്ടു. അതുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ വരാനും ഇവിടെയുള്ള ദൈവമക്കളെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മുമ്പിലുള്ളതായ വളരെ ചുരുക്കം സമയമാണുള്ളത്. ആ ചുരുക്കം സമയത്തിനുള്ളിൽ ഒരു സന്ദേശം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആധാരമായി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ പറയുന്ന 3 പ്രത്യേകമായ കൽപ്പനകൾ നമ്മളെല്ലാവരും പിടിച്ചുകൊള്ളേണ്ടതായ കാര്യമാണ്. എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. എല്ലാവർക്കും അതിനകത്ത് അനുസരിക്കാനുള്ളതായ കാര്യമാണ്. 1 അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. 3 കൽപ്പനകളാണ്. 1 ദൈവത്തിന് കീഴടങ്ങുക, 2 പിശാചിനോട് എതിർത്ത് നിൽക്കുക, 3 ദൈവത്തോട് അടുത്ത് ചെല്ലുക. ഈ 3 കാര്യങ്ങളും ഒരുപോലെ പാലിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ഫലകരമായി മുമ്പോട്ട് നയിക്കാനായിട്ട് സാധിക്കും. 1 ദൈവത്തിന് കീഴടങ്ങുക. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നതായിട്ട് വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകും. എപ്പോഴൊക്കെയാണ്? എപ്പോഴും, എന്നും,
ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എല്ലായ്പ്പോഴും എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നയാൾ ദൈവമാണ് എന്നുള്ളതായ ബോധത്തോടുകൂടി ഉള്ളതായ ജീവിതം. അപ്പോൾ അതാണ് ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയും. ദൈവത്തിന് കീഴടങ്ങുക. നമുക്ക് ലോകത്തിൽ കീഴടങ്ങേണ്ടതായ 4 തലങ്ങളെ കുറിച്ചാണ് ആ ബന്ധത്തിൽ ഓർക്കാനായിട്ടുള്ളത്. 1, ദൈവത്തിന് കീഴടങ്ങുക. 2, 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. അതൊരു വലിയ വിഷയമാണ്. ഇന്നത്തെ ലോകത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, കീഴടങ്ങല് വേണ്ട, യാതൊന്നും വേണ്ട, ഒരുമാതിരി ഉള്ളതായ ജീവിതം. പക്ഷെ ദൈവം പറയുന്നത് കീഴടങ്ങുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കീഴടങ്ങണം? നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പോകുമ്പോൾ അവിടെ 11-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് 3 തലയെ കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യം. ഓക്കെ, താങ്ക് യു. 3 തല. ഏതൊക്കെയാണ് 3 തല? 1, പുരുഷന്റെ ഒരു തല. 2, ക്രിസ്തു ഒരു തല. 3, ദൈവം ഒരു തല. അവ ദൈവം ക്രിസ്തുവിന്റെ തല, ക്രിസ്തു പുരുഷന്റെ തല, പുരുഷൻ സ്ത്രീയുടെ തല. അപ്പൊ ഈ 3 കാര്യം അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ, അതായത് പിതാവിന് കീഴ്പ്പെട്ട് പുത്രൻ, പുത്രന് കീഴ്പ്പെട്ട് പുരുഷൻ, പുരുഷന് കീഴ്പ്പെട്ട് സ്ത്രീ. ഈ ക്രമം എവിടെ ലംഘിക്കപ്പെടുന്നുവോ അവിടെ എന്തുണ്ടാവുന്നു? അവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. ഇത് അതിപുരാതന കാലം മുതൽ നമ്മള് ഒരു വാക്യങ്ങൾ 1 പത്രോസ് 3-ന്റെ 5-6 വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കും. 1 പത്രോസ് 3-ാം അധ്യായം 5-6 വാക്യം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തെ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് ആരാണ്? പണ്ട് ആര്? ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. അവർ മോശക്കാരായിരുന്നില്ല. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ഇങ്ങനെ എന്ത് ചെയ്തു? തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എബ്രായലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം വായിക്കും. അടുത്ത തലം: 1 ദൈവത്തിന്, 2 ഭർത്താവിന്, 3 അടുത്ത എബ്രായർ 13-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടക്കി. ഈ കീഴടക്കമില്ലായ്മ പുരാതന കാലം മുതലേ കാണുന്നുണ്ട്. മോശയുടെ കാലത്ത് എന്തായിരുന്നു? നിങ്ങൾക്ക് മാത്രമേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ പിന്നെ ആരാ? നിങ്ങൾക്ക് മാത്രമേ പൗരോഹിത്യമുള്ളൂ, ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ മോശക്കാരാണോ? ഞങ്ങൾ ചെയ്താൽ കൊള്ളത്തില്ലയോ? എന്തുണ്ടായി? ആരാ പറഞ്ഞേ? പറഞ്ഞവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയാം. നമുക്ക് അതൊക്കെ പഴയ നിയമകാലത്തായിരുന്നു. ഇന്ന് പുതിയ നിയമത്തിൽ അങ്ങനൊന്നുമില്ല, ഇങ്ങനൊന്നുമില്ല. യാക്കോബ് എന്താ പറയുന്നത്? അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അധികം പേർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ആയാൽ അവരാ നിലവാരത്തിൽ മുമ്പോട്ട് പോകണം. മാത്രമല്ല, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി. സഭയിൽ 2 കൂട്ടം ആളുകളുണ്ട്. ഒത്തിരി കൂട്ടമുണ്ട്, പല നിലകളിലുള്ള ആളുകളുണ്ട്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ നടത്തുന്നവരും ഉണ്ട്, സഭയിൽ നടത്തപ്പെടുന്നവരും ഉണ്ട്. നടത്തപ്പെടുന്നവർ നടത്തുന്നവർക്ക് കീഴടങ്ങി
ഇരിക്കണം. ആര് പറഞ്ഞു? ദൈവം. എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ട്. എബ്രായർ തന്നെ വേറൊരു വാക്യം നമ്മൾക്ക് നോക്കുമ്പോൾ 13-ാം അധ്യായം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അവരെന്താ ചെയ്യുന്നത്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-13 വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേറെ നിമിത്തമായാലും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. അതെ, അവരുടെ വേല നിമിത്തം അവരെ ഏറ്റവും കരുതിക്കൊള്ളണം. അവരെന്താ വേല ചെയ്യുന്നത്? നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും നിങ്ങളെ പ്രബോധിപ്പിക്കുകയും. ഇബ്രാഹിലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 13-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും. അപ്പൊ കീഴടങ്ങേണ്ട 3-ാമത്തെ തലം. 4-ാമത്തെ തലം എന്ന് പറയുന്ന റോമാലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കും. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ലോകത്തിലെ ഭരണാധികാരികളെന്ന് തുടങ്ങി ദൈവസഭയുടെ കാര്യം മുതൽ വരുന്ന എല്ലാ ഇടങ്ങളിലും ഏതൊരു ദൈവപൈതലും കീഴടങ്ങി. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് കീഴടങ്ങുന്നയാൾ ഈ പറയുന്ന എല്ലാ ഇടത്തും കീഴടങ്ങിപ്പോകും. ഇനിയും 2-ാമത്തെ കൽപ്പന. 1-ാമത്തെ കൽപ്പന ദൈവത്തിന് കീഴടങ്ങുക. അതിന് 4 തലങ്ങളുണ്ട്. 1 ദൈവം, 2 ഭർത്താവ്, 3 നടത്തുന്നവർ, 4 ശ്രേഷ്ഠാധികാരങ്ങൾ. അങ്ങനെ പറയാനേ സമയമുള്ളൂ, അതിന് തന്നെ ഇല്ല. 2 പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കാമോ? വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ദുഷ്ടനോട് എതിർക്കരുതെന്ന് പറയുന്നുണ്ട്. അതാരാ? പിശാചാണോ മനുഷ്യരാണോ? അത് മനുഷ്യരും ഇത് പിശാചുമാണ്. ദുഷ്ടന്മാരായ മനുഷ്യരോട് എതിർക്കരുത്. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. പോകുന്ന സമയത്ത് പുറകെ ചെന്ന് ചില ആളുകളുടെ പുറകെ ചെന്ന് നിന്നുകൊണ്ട് ഓണടിക്കുകയൊന്നും ചെയ്യരുത്. വണ്ടിയുടെ ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഇറങ്ങി വന്ന് തല്ലും. ഹോൺ അടിച്ചു എന്നുള്ള കാരണങ്ങൾ അത്രയേ ഉള്ളൂ. നാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഒന്നും മിണ്ടാനൊക്കത്തില്ല, ആരോടും നീതിവനായ ഒന്നും മിണ്ടാനൊക്കത്തില്ല. വായ് വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം നടക്കാനേ നിവർത്തിയുള്ളൂ. കള്ളുകുടിയന്മാര്, ദുഷ്ടന്മാര്. അല്ലെങ്കിൽ കഞ്ചാവ് അതുപോലൊക്കെ ഉള്ളതായ കാര്യങ്ങൾ അടിച്ച് യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ല നടക്കുന്ന ആളുകളാണ് ധാരാളം ആളുകൾ. അവൾ ഇവിടെയും വാഹനം ഓടിച്ചു പോകുമ്പോൾ ചില ആളുകൾ ഇത് ചെയ്യുമ്പോ മോള് ഇവിടെ വളർന്ന ആയതുകൊണ്ട് അവൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അവള് പറയാം, അച്ചാച്ച പോരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അവന്റെ തോക്ക് കാണും. അവൾക്ക് ഭയങ്കര പേടിയാ. ഞങ്ങളും പറയാം, അങ്ങനെ ചെയ്യരുതാ, ഒന്നും ഇവിടുത്തെ ഒരു കാര്യം ലംഘിക്കരുത്. അവന്റെ തോക്ക് കാണും, തിരിച്ച് വെടിവെക്കും. ഒരു നിവൃത്തിയില്ല. ദുഷ്ടനോട് എതിർക്കരുത്, അത് മനുഷ്യനാണ്. പിശാചിനോട് എതിർക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. മറ്റവരെക്കാൾ ഭയങ്കരനാ ഇവൻ, പക്ഷെ ഇവനോട് എതിർക്കണമെന്നാ ദൈവം പറഞ്ഞേക്കും. അവൻ ആരാ? അവന്റെ കയ്യിലാണ് ഇത് മുഴുവൻ. അമേരിക്ക, ഇന്ത്യയും ജപ്പാനും ജർമ്മനിയും എല്ലാം ആരുടെ കയ്യിലായി പോകും? പിശാചിന്റെ കയ്യില. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനുമായി ഒരു കാര്യവും ഇല്ല. എല്ലാം അവന്റെ കയ്യിലാണ്. എങ്ങനെ കിട്ടി? അവന്റേതല്ല. അവൻ കർത്താവിനോട് പോലും പറഞ്ഞു, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഞാനിത് മുഴുവൻ നിനക്ക് തന്നേക്കാം. അവനപ്പോ ആരാ പുള്ളി? കർത്താവിനോട് പോലും പറയാണ്, എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവനും നിനക്ക് തരാമെന്ന്. ഭയങ്കരം. കർത്താവ് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞു. എതിരൊന്നും പറഞ്ഞു. 2-3 വചനം മാത്രം പറഞ്ഞു. അപ്പോഴേ അവൻ വിട്ടുപോയി. കുറെ നാളത്തേക്ക് പോയി. എന്നാ അതിന്റെ അർത്ഥം എന്താ? വീണ്ടും വരുമെന്നാണ് അതിന്റെ അർത്ഥം. അവന് യാതൊരു ലജ്ജയില്ല. അതുകൊണ്ട് അവനോട് എതിർത്ത് നിൽക്കണം. കാരണം അവന്റേതാണ് ഇന്ന് ഈ കാണുന്ന ഈ ആകാശ സീമയും ഈ ഭൂമി, ഇത് മുഴുവൻ അടിച്ചു മാറ്റിയതാണ് മനുഷ്യന്.
മനുഷ്യന് കൊടുത്തതാണ്. ഇതിന്റെ എല്ലാം നിലയിൽ മേളിൽ നീ വാഴുക എന്ന് പറഞ്ഞ് ദൈവം കൊടുത്തതാണ്. പക്ഷേ അവൻ അത് പൂർണ്ണമായി അടിച്ചു മാറ്റി. മൂന്നാമത്തെ കാര്യം കൽപ്പനയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. 3, ദൈവത്തോട് അടുത്ത് ചെല്ലുക. അത് പലപ്പോഴും ബുദ്ധിമുട്ട്. ആദം ഹവ്വമാര് ദൈവത്തോട് എല്ലാ ദിവസവും അടുത്തു. പക്ഷെ ഒരു ദിവസം മുതൽ അവർക്ക് അടുക്കാൻ സാധിച്ചില്ല. ആ സമയത്തിന് മുമ്പ് അവരെന്ത് ചെയ്തു? അവര് മാറിപ്പോയി അത്തിയില കൊണ്ട് ഒരു വസ്ത്രമൊക്കെ ഉണ്ടാക്കി അവർ തന്നെ അങ്ങ് ധരിച്ചു. എന്നാൽ നേരെ അവര് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളായിരുന്നു. അവര് ആ പഴം തിന്നപ്പോ തന്നെ അവരുടെ ശരീരത്തിൽ ഒരു ഫീലിംഗ് ഉണ്ടായി കാണും. എന്താ ഉണ്ടായത്? ആ തേജസ് നഷ്ടപ്പെട്ടു. ആ തേജസ് നഷ്ടപ്പെട്ടപ്പോഴേ ഒരു കാര്യം ഓർക്കാമായിരുന്നു. എന്തോർക്കാമായിരുന്നു? അന്ന് ദൈവം പറഞ്ഞത് അനുസരിക്കാഞ്ഞുകൊണ്ടാണ് ഈ കുഴപ്പം വന്നത്. നേരെ അവിടേക്ക് കർത്താവേ തെറ്റിപ്പോയി, ക്ഷമിക്കണം, അവിടുന്ന് പറഞ്ഞത് മുഴുവൻ തെറ്റിച്ചു, ഞാൻ അനുസരണക്കേട് കാണിച്ചു എന്ന് പറയേണ്ടതിന് പകരം അവർ മാറിപ്പോയി. ഇന്നും അത് തന്നെയാണ്. ദൈവമക്കളാണ് നമ്മളെങ്കിലും നമ്മളിൽ കുറ്റവും കുറവും. അതായത് ദാവീദ് തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ യാതൊരു കുറ്റബോധം ഉണ്ടായി. ചെയ്തതെന്താണ്? ഇരട്ട പാപമാണ് ചെയ്തത്. കൊലപാതകവും മ്ലേച്ഛമായ പ്രവൃത്തിയാണ് ചെയ്തത്. ഒറ്റയടിക്ക് 2 വലിയ മഹാമാരകമായ പാപം ചെയ്തില്ല താനത്. എന്നാൽ ദൈവം പറയുന്നുണ്ടല്ലോ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെ വന്നില്ല. അവനെ അതിലേക്ക് വരുത്തി. പ്രവാചകൻ അവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തോട് അടുത്തിയല്ലോ. കീഴടങ്ങിയാൽ മാത്രം പോരാ, പിശാചിനോട് ദുഷ്ടനോട് എതിർത്താൽ മാത്രം പോരാ, ദൈവത്തോട് അടുത്തിയല്ലേയും വേണം. ദൈവത്തോട് അടുത്തിയല്ലാനായിട്ട് നമ്മളിലുള്ള തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളാണ്. ഇവിടെ എബ്രായ ലേഖനത്തിലെ പല വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 11:6 വാക്യത്തിൽ വായിക്കുന്നത്, 4:16 വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. ദൈവത്തിന്റെ അടുത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ പഴയ നിയമ മഹാപുരോഹിതനെ ഓർക്കുക. അദ്ദേഹം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭയത്തോടും വിറയലോടും കൂടെ ചെല്ലുമ്പോൾ പ്രാകാരത്തിൽ വലിയൊരു കൂട്ടം ദൈവമക്കൾ വളരെ ആവലോടെ ഭീതിയോടുകൂടെ നിൽക്കുകയാണ്. അദ്ദേഹം ജീവനോടെ വന്ന് അവിടെ വന്ന് വെളിയിൽ വന്ന് കൈയുയർത്തി അനുഗ്രഹിച്ച് അത് കണ്ട ശേഷമേ അവർക്ക് സമാധാനത്തോടെ പോകാൻ കഴിയും. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. എന്താണ്? ധൈര്യത്തോടെ. അത് മാത്രമല്ല 13:13 വായിക്കുന്ന, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. പിന്നെയും വായിക്കുന്നുണ്ട് 10:22, നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പിന്നെയും അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. കുറവുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് ദാവീദ് പറയുന്നത്, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് അടുത്ത് ചെല്ലണം. ശുദ്ധവെള്ളത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാനുള്ള എല്ലാ ഒരുക്കങ്ങളും കർത്താവ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു കാലത്ത്, ഇന്നത്തെ തലമുറയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 10, 50, 100 വർഷം മുമ്പ് ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് സഭായോഗത്തിന് വരാനായിട്ട് ഞങ്ങളുടെ സഭയിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ഇന്ന് ആ സഭയിലുള്ള എല്ലാ വീടുകളിലും ഏതാണ് ഇന്ന് ഇട്ടുകൊണ്ട് പോകേണ്ടത്, ഏതാണ് ഇന്ന് എടുത്തോണ്ട് പോകേണ്ടതെന്ന് വിഷമിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന അവസ്ഥയാണ്. അന്ന് നമ്മുടെയൊക്കെ പൂർവികരൊക്കെ എങ്ങനെ ജീവിച്ചു, അവരേത് നിലയിൽ മുമ്പോട്ട് പോയി. വളരെ കാര്യങ്ങളുണ്ട്. സമയം വളരെ മുമ്പോട്ട് പോയി, ക്ഷമിക്കണം, ഞാൻ അല്പം സമയം മുമ്പോട്ട് പോയി. എന്തായിരുന്നാലും
ഇതെല്ലാം ഓർക്കണം എപ്പോഴും. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനം ഓർത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പറയുന്ന കൽപ്പന അനുസരിച്ച് പാലിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് അധികമായി നമ്മുടെ കർത്താവിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോവുകയാണ് എത്രയും വേഗം. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് പോകുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനുവേണ്ടി നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയോടുകൂടെ ദൈവം നമ്മളെ ആക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും മുമ്പോട്ട് പോകുവാനും കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. എനിക്ക് അവസരം തന്ന ദൈവമക്കളോട് എല്ലാ നിലയിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാണ്.